ആവശ്യത്തിന് വെള്ളവും ഭക്ഷണവും കിട്ടാത്ത താമസം ദുഷ്കരമായ ഒരിടത്ത് ഒരു ദിവസമെങ്കിലും കഴിച്ചു കൂട്ടിയിട്ടുണ്ടോ? മയക്കത്തിലേക്ക് വീണു പോകുമ്പോൾ ബോംബ് വീഴുന്നതിൻ്റെ ഭീകരമായ ശബ്ദം വെടിച്ചില്ല് പോലെ തുളഞ്ഞു കയറുന്നത് അനുഭവിച്ചിട്ടുണ്ടോ? ഉണ്ടാകില്ല. അവിടെയാണ് ഗസ വ്യത്യസ്തമാകുന്നത്. ഗസയിലെ ഇസ്രായേൽ യുദ്ധം തുടങ്ങിയിട്ട് കലണ്ടറിൽ 100 ദിനമായെങ്കിലും ഈ ജനതയുടെ സ്വച്ഛതയിലേക്ക് ഇസ്രായേൽ പീരങ്കി കയറ്റി കളിച്ചു തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകളായി. എന്നിട്ടും ഈ യാതന പർവ്വങ്ങൾക്കിടയിൽ കൈവിടാൻ കൂട്ടാക്കാത്ത പ്രത്യാശയുടെ പേരുകൂടിയാണ് ഗസ. കൊച്ചു തുരുത്തിലെന്ന പോലെ ഏകദേശം 23 ലക്ഷത്തിനടുത്താണ് ഗസയിലെ ജനസംഖ്യ. ഓരോ നിമിഷവും മരിച്ചു വീഴുന്നവരുടെ എണ്ണം കൂടുതലായതിനാൽ ഒടുവിലത്തെ ജനസംഖ്യ കണക്കൊന്നും ആകില്ല യഥാർത്ഥത്തിൽ. ഇസ്രായേൽ കടന്നാക്രമണത്തിന് പിന്നാലെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 24,000-ലേക്ക് അടുക്കുകയാണ്. കാണാതായവർ ഏകദേശം 7,000-നടുത്ത് വരും. ആക്രമണങ്ങളും അധിനിവേശങ്ങളും ഏറെ കണ്ട ഗസക്കാർ തുടർച്ചയായി 100 ദിനങ്ങളാൽ ഇതിനു മുമ്പ് ഇങ്ങനെ തളർന്നിട്ടുണ്ടാകില്ല. സാധ്യമായ എല്ലാ വഴികളും ഉപയോഗിച്ച് ഗസയെ ഇല്ലാതാക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തിനു വേണ്ടി കറങ്ങുകയാണ് ഇസ്രായേൽ. അതിൽ ആ ജനത അനുഭവിക്കുന്നത് സമാനതകളില്ലാത്തതും സങ്കല്പിക്കാൻ പോലും പറ്റാത്ത ദുരിതങ്ങളാണ്. ഗസയെ ആളില്ലാ പ്രദേശമാക്കി മാറ്റുമെന്നാണ് ഇസ്രായേൽ ആവർത്തിക്കുന്നത്. ആ വഴിക്കാണോ കാര്യങ്ങൾ? അമ്പരപ്പിക്കുന്ന ചെറുത്തുനിൽപ്പിനൊടുവിലും ഗസയ്ക്ക് സംഭവിക്കുന്നത് തീരാനഷ്ടങ്ങളാണ്. മുൻ ആക്രമണങ്ങളിൽ എന്ന പോലെ തന്നെ കരകയറാനാകുമോ എന്നതാണ് സമാധാനം ആഗ്രഹിക്കുന്നവർ ഉറ്റുനോക്കുന്നത്. മൊത്തം ജനസംഖ്യയുടെ 85% പേരും ഭവനരഹിതരായി എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കളിച്ചും ചിരിച്ചും കഥ പറഞ്ഞും നടന്നിരുന്നവർ, സ്വന്തം വീടിൻ്റെ സുരക്ഷിതത്വത്തിൽ അഭിമാനിച്ചിരുന്നവർ, അവർക്കൊന്നും ഇന്ന് ഓർക്കാനൊന്നുമില്ല. മരുഭൂമി കണക്കെയാണ് ഇപ്പോൾ ഗസ. ഒരാൾ പൊക്കത്തിലും മറ്റും കോൺക്രീറ്റ് കൂനകൾ. ഈ അവശിഷ്ടങ്ങൾക്കിടയിൽ അരിച്ചു പെറുക്കിയാൽ വേണ്ടപ്പെട്ടവരെ കണ്ടെത്താനും സാധിക്കും. ഫലസ്തീൻ ഇല്ലാത്തൊരു ഭൂപടമായിരുന്നു ഐക്യരാഷ്ട്രസഭയുടെ 78ാമത് ജനറൽ അസംബ്ലിയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉയർത്തിക്കാട്ടിയിരുന്നത്. വംശഹത്യക്ക് കോപ്പുകൂട്ടിയ നെതന്യാഹുവിനും സംഘത്തിനും അതത്ര എളുപ്പമല്ലെന്ന് ബോധ്യമായി. അസാമാന്യ ധൈര്യത്തോടെ ഇസ്രായേൽ പട്ടാളക്കാരുടെ ആധുനിക യന്ത്രങ്ങൾക്ക് മുന്നിൽ നെഞ്ചുവിരിച്ചു നിൽക്കുന്ന ജനതയാണ് പിന്നീട് കണ്ടത്. കയ്യിൽ കിട്ടിയ ആയുധവുമേന്തി അവർ പോരാടിയപ്പോൾ യുദ്ധം 100ാം ദിനത്തിലെത്തി. ഇസ്രായേൽ പോലും കരുതിയിട്ടുണ്ടാവില്ല യുദ്ധം ഇങ്ങനെ നീണ്ടുപോകുമെന്ന്. ഇപ്പോഴിതാ യുദ്ധം അവസാനിക്കാൻ സമയമെടുക്കുമെന്ന് നെതന്യാഹു തന്നെ പറയുന്നുണ്ട്. വർഷങ്ങളായി ഇസ്രായേൽ ഉപരോധത്തിന് കീഴിലാണ് ഗസ. സഞ്ചാര സ്വാതന്ത്ര്യത്തെ പോലും നിഷേധിക്കപ്പെട്ട് ഞെരുങ്ങിക്കഴിയുകയായിരുന്നു ഇവിടത്തുകാർ. ഇന്ന് ഗസ എന്ന പേര് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള അടയാളങ്ങളെല്ലാം ഇസ്രായേൽ തകർത്തിട്ടുണ്ട്. ആ ജനതയെ സ്വന്തം നാട്ടിൽ നിന്ന് പുറന്തള്ളുകയാണ് ഇസ്രായേൽ. ഇങ്ങനെ ഒഴിപ്പിച്ച് വടക്കൻ ഗസ തങ്ങളുടെ നിയന്ത്രണത്തിലായെന്നാണ് ഇസ്രായേൽ അവകാശപ്പെടുന്നത്. തെക്കൻ ഗസയിലോട്ടാണ് ആട്ടിപ്പായിക്കുന്നത്. അവിടെയും സുരക്ഷിതമല്ല. തങ്ങളുടെ തലക്ക് മീതെ മിസൈലുകൾ തക്കം പാർത്തിരിക്കുകയാണെന്നും അവർക്കറിയാം. നരകതുല്യമാണിപ്പോൾ ഗസ. സമ്പദ് വ്യവസ്ഥ ഏറെക്കുറെ നിലച്ചു. എന്തു ചെയ്യണമെന്നറിയാത്തവരാണ് അധികവും. സുമനസ്സുകൾ നീട്ടുന്ന ഭക്ഷണപ്പൊതിയിലേക്കാണ് അവർ കണ്ണും നട്ടിരിക്കുന്നത്. ജനസംഖ്യയുടെ പകുതിയോളം പേർ തൊഴിൽ രഹിതർ. യുവാക്കൾക്കിടയിൽ തൊഴിലില്ലായ്മ നിരക്ക് 60%-ലധികം. UN വേൾഡ് ഫുഡ് പ്രോഗ്രാം കണക്കനുസരിച്ച് ഫലസ്തീൻ ജനതയുടെ വലിയൊരു വിഭാഗം ഭക്ഷ്യ അരക്ഷിതാവസ്ഥയിലാണ്. പട്ടിണി അനുഭവിക്കുന്നവരിൽ 90%-വും ഗസയിലാണ് താമസിക്കുന്നത്. വൈദ്യുതിയും ഇന്ധനവുമില്ലാതെ ആശുപത്രികൾ പോലും നിലച്ചതാണ്. 2023-ൽ ഗസയിൽ പ്രതിദിനം 13 മണിക്കൂർ വൈദ്യുതി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിലും കുറഞ്ഞ വൈദ്യുതി ഉണ്ടായ കാലയളവും ഉണ്ടായിട്ടുണ്ട്. ജലവിതരണത്തെയും ശുചീകരണ പ്രവർത്തനങ്ങളെയും കാര്യമായി തന്നെ ഈ ഊർജ്ജ പ്രതിസന്ധി ബാധിച്ചിട്ടുണ്ട്. ഇതോടെ പകർച്ചവ്യാധികളും പെരുകിയിട്ടുണ്ട്. ഗസയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള എല്ലാ രോഗങ്ങളുടെയും പ്രധാന കാരണമായി പറഞ്ഞിരുന്നത് ശുദ്ധജലത്തിൻ്റെ അഭാവമായിരുന്നു. ശുദ്ധജല പ്ലാന്റുകളും ഇത്തിരി സമാധാനം കിട്ടുന്ന ഇടങ്ങളൊക്കെയും ഇസ്രായേൽ നശിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആശുപത്രികൾ അഭയകേന്ദ്രമാക്കുന്നത് കണ്ടാണ് അവിടേക്കും ഇസ്രായേൽ റോക്കറ്റുകൾ അയച്ചത്. അനിവാര്യമായ പലതും നഷ്ടപ്പെടുന്നതിൻ്റെ വേദനയിൽ കടുത്ത മാനസിക പ്രയാസങ്ങളാണ് യുവാക്കൾ അനുഭവിക്കുന്നത്. എന്നിട്ടും അവർ പൊരുതുന്നു എന്നതാണ് ഈ ജനതയെ വ്യത്യസ്തമാക്കുന്നത്. കാലങ്ങളായി ദുരന്തങ്ങളും കഷ്ടപ്പാടുകളും അനുഭവിച്ചു വരുന്നവരാണെങ്കിലും ചെറുത്തുനിൽപ്പിൻ്റെ ആത്മാവിനെ തളർത്താനോ വീഴ്ത്താനോ സയനിസ്റ്റുകൾക്ക് ആയിട്ടില്ല. എല്ലാത്തരം ഭീകരതകളെയും അതിജീവിക്കുന്ന തരത്തിലുള്ള ഭൗതിക സംവിധാനങ്ങളാണ് ഗസയുടെ പ്രത്യേകത. ഒന്നുമില്ലായ്മയിൽ നിന്ന് മറികടന്നത് ആ ജനതയുടെ നിശ്ചയദാർഢ്യം കൊണ്ടായിരുന്നു. പൊട്ടിച്ചിതറിയ മിസൈലുകളുടെയും ഗ്രനേഡുകളുടെയും അവശിഷ്ടങ്ങളിൽ നിന്ന് സാധനങ്ങളെടുത്ത് പോരാടിയ ചരിത്രം അന്നാട്ടുകാർക്കുണ്ട്. ആക്രമണവും കനത്ത ഉപരോധവുമൊക്കെ നടക്കുമ്പോഴും നാട്ടുകാരെ ആഹ്ലാദകരമാക്കാൻ ഭരണ സംവിധാനമായ ഹമാസ് ഉണർന്നു പ്രവർത്തിച്ചിരുന്നു. മിസൈലുകൾ ഓരോന്ന് വീഴുമ്പോഴും അവരുടെ ഭരണ സംവിധാനത്തെ പുറകേൽപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഗസയുടെ ആസ്ഥാനത്തുള്ള ഫയലുകൾ ഓരോ ദിവസവും ഡിജിറ്റലായി സൂക്ഷിച്ച് ഓരോ കാര്യങ്ങൾ വിലയിരുത്തുന്നുണ്ടായിരുന്നു. ഇതിനു മുമ്പത്തെ ആക്രമണങ്ങളിലും കെട്ടിടങ്ങൾ തകർന്നടിഞ്ഞിരുന്നുവെങ്കിലും എളുപ്പത്തിൽ പുനർനിർമ്മിക്കാൻ അവർക്കായിരുന്നു. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് ഒരു വിധത്തിലും എഴുന്നേറ്റ് നിൽക്കാനാവാത്ത വിധം 2023-ൽ എല്ലാ നിലക്കും ഇസ്രായേൽ ഗസയ്ക്ക് മേൽ ആക്രമണം അഴിച്ചുവിടുന്നത്. പഴയതുപോലെ പിടിച്ചു നിൽക്കാൻ ആ ജനതയ്ക്ക് ഇനിയാകുമോ എന്നാണ് അറിയേണ്ടത്.